ഇന്ന് നമുക്ക് പ്രിൻ്റ് എടുത്തിട്ട് എങ്ങനെ സ്റ്റിക്കർ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഒരു 2-3 മാസം മുമ്പ് ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു. അതിൽ ഞാൻ ഉണ്ടാക്കിയ സ്റ്റിക്കറൊക്കെ കാണിച്ചിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചാണ് ഇങ്ങനത്തെ ഒരു വീഡിയോ എടുക്കണമെന്ന്. ആദ്യം തന്നെ നമ്മൾ ഗൂഗിളിൽ പോവുക. പിന്നെ നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. പിന്നെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് കേട്ടോ. നമ്മൾ ഗൂഗിളിൽ പോയിട്ട് ക്യൂട്ട് സ്റ്റിക്കേഴ്സ് പിക്ചേഴ്സ് എന്ന് അടിച്ചു നോക്കിയാൽ മതി. ഇപ്പം നമുക്ക് കുറേ സ്റ്റിക്കേഴ്സിൻ്റെ പിക്ചേഴ്സ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്ന് ഇഷ്ടമുള്ള കുറച്ച് സ്റ്റിക്കേഴ്സ്, കവായി ആണോ ഏതായാലും കുഴപ്പമില്ല, നമ്മൾ അതെടുത്തിട്ട് അതൊക്കെ എടുത്തിട്ട് നമുക്ക് സേവ് ചെയ്ത് വെക്കാം. സേവ് മീൻസ് ഡൗൺലോഡ് ചെയ്യുക അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുക, ഇതേതായാലും കുഴപ്പമില്ല കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ജേർണലിങ് ചെയ്യാൻ ഗേൾസിൻ്റെ പിക്ചേഴ്സ് ആണെങ്കിൽ ഗേൾസൊന്നും കൂടി അടിച്ചു നോക്കിയാൽ മതി. കുറേ സ്റ്റിക്കേഴ്സ് കാണാൻ പറ്റും. ഇനി നമുക്ക് അതൊക്കെ ഒന്ന് സേവ് ചെയ്തെടുക്കാം. ഇതേപോലെ നമുക്ക് ഇതൊക്കെ ഒന്ന് സേവ് ചെയ്യുക, അല്ലെങ്കിൽ നമുക്ക് സ്ക്രീൻഷോട്ട് എടുക്കാം. കൂടുതലും നല്ലത് സ്ക്രീൻഷോട്ട് എടുക്കേണ്ട കാര്യം സേവ് ചെയ്ത് വെറുതെ സമയം കളയണ്ട. അങ്ങനെ ഗൈസ് നമ്മൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ടുണ്ട്. ഇതാ ഗൈസ് നമ്മൾ സ്ക്രീൻഷോട്ട് എടുത്തത്. ഇനി നമ്മളൊരു കടയിൽ പോയിട്ട് അവിടെ സ്റ്റിക്കർ പ്രിൻ്റ് വേണമെന്ന് പറഞ്ഞാൽ A4 ഷീറ്റിൽ നമുക്ക് ഇതേപോലെ പ്രിൻ്റ് എടുക്കും. പ്രിൻ്റ് കിട്ടിയാൽ അതിന് 10 രൂപയൊക്കെ ഉള്ളു വരിക. അപ്പോൾ നമുക്ക് പ്രിൻ്റ് കിട്ടും. അപ്പോൾ അത്രേ ഉള്ളൂ പണി. ഇനി നമുക്ക് ആ പ്രിൻ്റ് എടുത്തിട്ട് വരാം. ഇതാണ് ഗൈസ് നമ്മൾ മുമ്പ് ഉണ്ടാക്കിയത്. ഇതേപോലെ ഇനി നമ്മൾ സ്റ്റിക്കർ ഉണ്ടാക്കിയതാണ് കാണിക്കാൻ പോകുന്നത്. ഇനി നമുക്ക് ഇതേപോലെ ഞാൻ കുറച്ച് ബാക്കി വെച്ചിരുന്നു സ്റ്റിക്കർ ഉണ്ടാക്കാനായിട്ട്. അതാണ് കേട്ടോ ഈ കാണുന്നത്. ഇനി നമുക്ക് ഇതൊക്കെ ചെറിയ സ്റ്റിക്കേഴ്സാണ്. അപ്പം ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് മുറിച്ചെടുക്കണം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് കട്ട് ചെയ്തെടുക്കാം. ഇപ്പം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാനായിട്ട് കുറച്ച് ഗേൾസിനെ മാത്രമേ പ്രിൻ്റ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളൂ. ഇനി നമുക്ക് ആവശ്യം നെയിം സ്ലിപ്പോ അല്ലെങ്കിൽ വല്ല ബാക്കിൽ ഒട്ടിക്കേണ്ട വല്ലതുമാണ് ആവശ്യം. നമ്മൾ നെയിം സ്ലിപ്പാണ് എടുക്കുന്നത് കേട്ടോ. ഇതേപോലെ ഒരു നെയിം സ്ലിപ്പ് എടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇനി പ്രിൻ്റ് എടുക്കാതെ സ്റ്റിക്കർ ഉണ്ടാക്കേണ്ട ഐഡിയ വേണമെങ്കിൽ ഞാൻ ഉണ്ടാക്കുന്നതാണ് കേട്ടോ. ഇനി നമുക്ക് ഈ നെയിം സ്ലിപ്പ് എടുത്തിട്ട് ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം. കുറച്ച് നീളം ഉണ്ടായിക്കോട്ടെ കേട്ടോ. എന്നിട്ട് ഇതിമ്മ ഒന്ന് വെച്ച് നോക്കാം. പിന്നെ അതേപോലത്തെ കുറച്ച് പീസസ് കട്ട് ചെയ്തെടുക്കാം. നിങ്ങളുടെ കയ്യിൽ ഡബിൾ സൈഡ് ടാപ്പ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല. നെയിം സ്ലിപ്പ് ഇല്ലാത്തവർക്കാണ് കേട്ടോ. ഇനി നമുക്ക് ഫെവിസ്റ്റിക്കോ ഫെവിഗമ്മോ ഇതിലേതെങ്കിലും ഒരു ഇതെടുക്കാം. ഞാൻ ഇപ്പോൾ ഇവിടെ ഫെവിസ്റ്റിക്ക് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നെയിം സ്ലിപ്പിൻ്റെ ആ ഒരു ചെറിയ പീസ് എടുത്തിട്ട് ഇതിൻ്റെ ഈ ഒരു മുകളിൽ കുറച്ച് പശ തേച്ചെടുക്കാം. ഇനി നമുക്ക് ഇഷ്ടമുള്ളൊരു സ്റ്റിക്കർ എടുത്തിട്ട് ഇതുമ്മ ഒട്ടിച്ച് കൊടുക്കാം. ഇനി നമുക്ക് എല്ലാതും അതേപോലെ ആക്കിയെടുക്കാം കേട്ടോ. ഇതേപോലെ ഞാൻ എല്ലാതും ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമുള്ളപ്പോൾ ഒരു കുട്ടീനെ എടുത്തിട്ട് ഇതേപോലെ നെയിം സ്ലിപ്പിൻ്റെ ബാക്കിലുള്ള ആ ഒരു സാധനം ഊരിക്കളയാം കേട്ടോ. എന്നുവെച്ചാൽ ബട്ടർ പേപ്പർ. ഇനി നമുക്ക് ഇതേപോലെ അത് ഊരിയെടുത്തിട്ട് ഇനി നമുക്ക് ഒട്ടിച്ചെടുക്കാം. ഇനി നമുക്ക് എടുത്തിട്ട് ഇതേപോലെ ഒട്ടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഗൈസ് ഇനി നമുക്ക് ഈ സ്റ്റിക്കർ വെച്ചിട്ട് ജേർണലിങ് ഒക്കെ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനി നമ്മുടെ മറ്റേ സ്റ്റിക്കറിൻ്റെ വീഡിയോ പെട്ടെന്ന് തന്നെ ഇടുന്നതാണ് കേട്ടോ. ടാറ്റാ.